ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലി മുഖ്യമന്ത്രി വി.ഡി. സതീശനും കെ.എസ്.യുവും തമ്മിൽ ആരംഭിച്ച തർക്കം ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ നേതൃത്വ പോരായി മാറുകയാണ്. ഇതിൽ ശ്രദ്ധേയമാകുന്നത് ഈ പോരാട്ടം മുഖ്യമന്ത്രിയും കെ.എസ്.യുവും തമ്മിൽ അല്ല എന്നുള്ളതാണ്. കെ.എസ്.യുവിലെയും കോൺഗ്രസിലെയും വിവിധ അധികാര കേന്ദ്രങ്ങളിലുള്ളവർ ഈ ചേരിപ്പോരിൽ അണിനിരക്കുന്നു എന്നാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് പിന്തുണയുമായി വി.എം. സുധീരനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ആരുടെയും മുന്നിൽ നിലപാട് വ്യക്തമാക്കാനുള്ള ആർജവമാണ് കെ.എസ്.യുവിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നു വി.എം. സുധീരൻ. സർക്കാർ കാര്യത്തിൽ കെ.എസ്.യുവിന് റോളില്ല എന്ന് താൻ പറയില്ല എന്ന് പറയുന്നു കെ.സി. വേണുഗോപാൽ. പ്രശ്നം മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് പരിഹരിക്കണം എന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ചത് കെ.പി.സി.സി. അധ്യക്ഷനാണ്. ഇതിനിടെ അലോഷ്യസ് സേവറെ പ്രതിരോധിക്കാൻ കെ.എസ്.യുവിലെ തന്നെ മറ്റൊരു വിഭാഗവും രംഗത്തെത്തി. എറണാകുളത്തെയും കോട്ടയത്തെയും ഭാരവാഹികൾ സംസ്ഥാന അധ്യക്ഷനെ തള്ളി. CPM-ൽ നിന്ന് വന്നവരെ നിയമസഭാ സ്ഥാനാർത്ഥികളാക്കിയപ്പോൾ ഉയരാത്ത വിമർശനം ചിലരുടെ പഴയ SFI ബന്ധത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഉയർത്തുന്നതെന്തിന് എന്ന ചോദ്യവും അവർ ഉന്നയിക്കുന്നു. എറണാകുളം DCC ഓഫീസിന് മുന്നിൽ മുഖ്യമന്ത്രിക്കെതിരെ കെ.എസ്.യുവിൻ്റെ പ്രതിഷേധ ബാനറും ഉയർന്നു. കെ.എസ്.യുക്കാരെ തല്ലിച്ചവരുടെ നിയമനത്തിൽ കെ.എസ്.യുവിന് കാര്യമുണ്ട്, ചരിത്രം മറക്കില്ല എന്ന സന്ദേശവുമായി അവർ പ്രതിഷേധം ശക്തമാക്കുന്നു. അതേസമയം എറണാകുളം ജില്ലാ പ്രസിഡന്റ് തന്നെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി വരുന്നു. ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തെ ചൊല്ലിയുള്ള വിവാദം കോൺഗ്രസിലെ ഒരു സാധാരണ അഭിപ്രായ വ്യത്യാസം മാത്രമാണോ, അതോ അധികാരത്തിലെ എത്തിയതിനു പിന്നാലെ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംഘടിത ആഭ്യന്തര നീക്കങ്ങളുടെ തുടക്കമാണോ? മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിപക്ഷം സ്വന്തം പാർട്ടി തന്നെയാണോ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം നിരവധി പേർ യൂട്യൂബിലും ഒപ്പം ടെലിഫോണിലും ചേരുന്നു. ആദ്യം ബാലരാപുരത്ത് നിന്ന് ശരത്താണ് എന്നോടൊപ്പം ചേരുന്നത്. ശരത്ത് എന്ത് കരുതുന്നു? ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വി.ഡി. സതീശന് കഴിയുമോ? ഈ പാർട്ടിയിലെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ എല്ലാവരും തമ്മിൽ ഒരു ഒത്തൊരുമയില്ല. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം പുതിയ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു 14 ദിവസം വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഡൽഹിയിൽ പോയി അവിടത്തുള്ള ചർച്ചയെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ. ശരി, അപ്പൊ ഈ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നത്. വളരെ നന്ദി ശരത്. ബാലരാമപുരത്ത് നിന്നാണ് എന്നോടൊപ്പം ചേർന്നത് അജികുമാർ ചേരുന്നത് പൂജപ്പുരയിൽ നിന്നാണ്. ശ്രീ അജികുമാർ. അതെ അതെ. അജികുമാർ കോൺഗ്രസ് അനുഭാവിയാണോ? അല്ല, അത് എന്റെ രാഷ്ട്രീയം, എന്റെ ഒരു അഭിപ്രായം പറയുന്നത് നമുക്ക് പറയാലോ. അഭിപ്രായം പറയാം. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയുടെ അഭിപ്രായമാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഞാൻ പറയാം, ഞാൻ ഒരു കാര്യങ്ങളെ പൊതുവായിട്ട് വീക്ഷിച്ചുകൊണ്ട് അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ ഈ ചോദ്യം മനസ്സിലായി. ഇപ്പൊ ഉൾപാർട്ടി പോര് അതിജീവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി, നമ്മൾ കഴിഞ്ഞ ഭരണത്തിൽ പിണറായി എന്നൊരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു തനതായ ശൈലിയുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വി.ഡി. സതീശൻ അത് കോപ്പി അടിക്കുന്നതെന്ന് തോന്നുന്നത്. ദാസ്റ്റ് കാണിച്ച് ആരെയും വകയ്ക്ക് എന്റെ സ്വന്തമായ ശൈലിയുണ്ട്. പക്ഷെ അത് വി.ഡി. സതീശൻ ദോഷം ചെയ്യും. കാരണം കെ.എസ്.യു എന്ന് പറയുന്ന ആ ഒരു വ്യത്യാസ പ്രസ്ഥാനത്തിനെ പിന്നെ അവഗണിച്ചുകൊണ്ട് സതീശന് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പുറത്ത് പിന്നെ നമ്മുടെ മറ്റുള്ള ആൾക്കാർ വേണ പോലെയൊക്കെ നിൽപ്പുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഒരു ആസൂത്രിത നീക്കം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അപ്പൊ വിഭജന സംഘടന പുറത്തിറക്കി നിർത്തിക്കൊണ്ട് മുമ്പിൽ നിർത്തിക്കൊണ്ട് വേണുപോലും ടീമും കളിക്കുന്ന ഒരു കളി തന്നെയാണിത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ കാണാം. സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങയുടെ നിലപാട് വ്യക്തമാണ്. എന്നോടൊപ്പം നാരായണൻ കൂടി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ നാരായണനിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അവരിൽ
നമ്മുടെ ഷിജു ഒക്കെ എനിക്ക് ചുവന്ന പൂക്കളും ഒക്കെ അയക്കുന്നുണ്ട്. നമ്മുടെ എം.എൻ. മുരളീധരൻ നായർ എന്നോടൊപ്പമുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ഗോമാതാജിക്ക് എൻ്റെ ഇന്നത്തെ ഷർട്ട് വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറയും. അദ്ദേഹം ഈ ഓറഞ്ച് നിറത്തോട് പ്രത്യേക താല്പര്യമുള്ള ആളാണ്, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഷർട്ട് താല്പര്യപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിറയെ ചുവന്ന പൂക്കൾ പലരും അയക്കുന്നുണ്ട്. എ.കെ. കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. അദ്ദേഹവും എല്ലാവർക്കും വേണ്ടി ഒരു ചുവന്ന ഹൃദയം ആണ് അയച്ചിട്ടുള്ളത്. അതുപോലെ ശ്രീ സദാശിവൻ നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ സദാശിവൻ നായരും അതുപോലെ ജയകുമാറും നമുക്കൊപ്പം ഉണ്ട്. സദാശിവൻ നായർ പറയുന്നത്, മിസ്റ്റർ മനു ഇതൊക്കെ ജമ്പ് ചെയ്തു പോയി, ഇതൊക്കെ മുഖ്യമന്ത്രിയാകാൻ പറ്റാത്തതിലുള്ള വേണുഗോപാലിൻ്റെ തരികിട പണികളാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തിന് വേണുഗോപാലിനെ കേരള ജനത ഒരിക്കലും അംഗീകരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് ശ്രീ ശിവദാസൻ നായർ, നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽ കുമാറുണ്ട്. അങ്ങനെ പ്രേക്ഷകർ ചന്ദ്രൻ 421 എന്നോട് പറയുന്നത് ഇതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ കോലുകാർ അധികം ആശിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഈ കോലുകാർ എന്ന് വെച്ചാൽ എനിക്ക് മൈക്ക് പിടിച്ച് നിൽക്കുന്ന ടെലിവിഷൻ ജേർണലിസ്റ്റുകളായിരിക്കും ചന്ദ്രൻ അധിക്ഷേപിക്കുന്നത്. ശരി, ഞങ്ങൾക്ക് അതൊക്കെ കണ്ടാൽ മതി. അപ്പോൾ മുരളീധരൻ നായർക്ക് അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ഡക്ക് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. യു ഹാവ് വോൺ ആൻ അടിപൊളി ഷർട്ട് എന്നാണ്. അപ്പോൾ പല നമ്മുടെ BJP അനുകൂല ആളുകൾക്കൊക്കെ എൻ്റെ ഷർട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സാഫ്രൻ ഹൃദയങ്ങളൊക്കെ ഡൊണാൾഡ് ഡക്ക് അയച്ചിരുന്നു. ഞാനിത് ഒരു BJP അനുകൂല നിലപാടുള്ളത് കൊണ്ട് ഈ ഷർട്ട് ഇട്ടതല്ല, ഇതിങ്ങനെ സ്വാഭാവികമായി ഒരു ദിവസം ഇട്ടുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് വിശേഷം എന്ന് എന്നോട് ശ്രീ ഷാജി ചോദിക്കുന്നു. 2 മാസം കൊണ്ട് വെറുപ്പിച്ച് കളഞ്ഞല്ലോ മനു ഈ സർക്കാർ എന്നാണ് നമ്മുടെ എം ഷാജിയുടെ പ്രതികരണം. എം ഷാജി നമുക്കറിയാലോ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം കൊല്ലംകാരനാണ്. അടുത്ത 5 വർഷം കോൺഗ്രസിൻ്റെ തമ്മിലടി തുടരുമെന്ന് VC തോമസ് പറയുന്നു. മനുവിൻ്റെ കോട്ട് എന്നെവിടെയെന്ന് എന്നോട് മുരളീധരൻ നായർ ചോദിക്കുന്നു. അത് മഴയിൽ നനഞ്ഞതുകൊണ്ട് ഉണങ്ങാത്തതാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ ശ്രീ മുരളീധരൻ നായർക്ക് അറിയാലോ, എനിക്ക് സ്വന്തമായൊരു കോട്ടില്ല, ഞാനിവിടെയുള്ള കോട്ടുകളാണ് ധരിക്കുന്നത്. കോട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഈ ഹാഫ് സ്ലീവ് ഷർട്ടായതുകൊണ്ട് അതിൻ്റെ മുകളിലൊരു കോട്ടിടണ്ട എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ശ്രീ നാരായണൻ, ക്ഷമിക്കണം, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെയൊക്കെ ഒന്ന് യൂട്യൂബിൽ കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ശ്രീ നാരായണൻ കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നത് അതിന് ടെലിഫോൺ ലൈനിൽ എന്തോ പറ്റി. ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് ഇതിനോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദിവാകരൻ. സാറേ, ഓൾ ദ ബെസ്റ്റ്. പിന്നെ കോട്ടിട്ടുകൊണ്ട് നല്ല ഹാൻസം കൊണ്ട് യങ്ങായിട്ട് തോന്നുന്നുണ്ട്, വളരെ നല്ല. അപ്പോൾ കോട്ട് ഇടാത്തതാണ് നല്ലത് അല്ലേ? അല്ല, കോട്ടിട്ടാണല്ലോ സൂപ്പർ പോയിന്റ്. കോട്ട് വേണോ? എങ്ങ പോലെ നല്ല, അതുമല്ല VIP ലുക്ക് ഉണ്ട്. പിന്നെ സാർ അന്ന് 2 ദിവസം മുമ്പിൽ ഒരു ചങ്ങായി തെറ്റല്ല, ആ തെറ്റിന്റെ രൂപത്തിൽ പറയുമ്പോൾ സാറ് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് അയാൾ സമ്മതിക്കുന്നില്ല. ഇത് വയ്യ അവസാനം ഫൈനലൈസ്ഡ് സാറ് 100 ഓക്കെ ആക്കിന്. അപ്പൊ വെരി ഗുഡ് കേട്ടാ. അങ്ങനെ ചാലഞ്ച് ചെയ്ത് പറയുന്ന വളരെ വെരി ഗുഡ്. ചിലയാള് ചില തരത്തില് അവര് പറയുന്ന ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്നുള്ള രീതിയിൽ നീങ്ങുന്ന കൂട്ടറെല്ലാം ഉണ്ട്. ഓരോരാൾ ഓരോ തരം ക്യാരക്ടർ അല്ലേ, അത് നമ്മൾ പറയണ്ട, അത് നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് സാർ അത് നല്ലോണം കറക്റ്റ് ആക്കി കൊണ്ടുവന്നു സാറാ. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അങ്ങനെ പല അഭിപ്രായങ്ങൾ, ഇതൊക്കെ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ നമ്മുടെ പൊതുവേദിയിൽ, എല്ലാവരും നമ്മൾ ഒന്നായി പോവുകയാണല്ലോ. അത് നല്ല വെരി ഗുഡ് ആയിട്ട് നല്ലോണം അത് പറഞ്ഞു, കറക്റ്റായിട്ട് പറഞ്ഞില്ല. അത് 3 ദിവസമായി, ഞാനിപ്പോ 2-3 ദിവസമായി ഞാൻ വിളിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ഞാൻ വിളിച്ചിട്ട് വണ്ടർഫുൾ, നല്ല ജേർണലിസ്റ്റ്, സൂപ്പർ ഫൈൻ ആയിട്ട് കറക്റ്റ്, നല്ല ഇന്റലിജന്റ് ആയിട്ട് നോളജിൽ നല്ലോണം പറഞ്ഞിട്ടുണ്ട് സാറേ. എന്നാ പിന്നെ സാറേ ഇവിടെ ഭയങ്കര ഹെവി റെയിനാണ്. അപ്പൊ വിഷ് ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു ഫോർ എവർലാസ്റ്റ് ലൈഫ്. ഗോഡ് ബ്ലസ് യു ഫോർ എവർലാസ്റ്റ് ലൈഫ്. താങ്ക് യു സാറേ. ശരി, അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന് എനിക്കൊപ്പം ചേർന്നത്. പ്രതിപക്ഷത്തിൻ്റെ പണി ലാഭമായി, പാളയത്തിൽ തന്നെ പട എന്നാണ് ഇപ്പോഴെന്നോട് ഗൗതം പറയുന്നത്. ശരത്ത് ബാലരാമപുരം നമ്മുടെ പൊതുവേദി അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചുവന്ന പന്തോ ബലൂണോ എന്തൊക്കെയോ അയക്കുന്നുണ്ട്. ചുവന്നല്ല കേട്ടോ, എല്ലാം കാവ്യാണ്, ഓറഞ്ച് നിറത്തിലുള്ള ബലൂണുകളും ഹൃദയം ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വളരെയധികം സന്തോഷം. ഇന്നത്തെ വിഷയത്തെപ്പറ്റി വിശദമായി കമൻറ്റ് വായിക്കാതെ മനു കടന്നുപോയത് എന്താണ്, എൻ്റെ കമൻറ്റ് വായിക്കേണ്ടതെന്ന് വെച്ചോ എന്നാണ് ശ്രീ ശശിധരൻ പിള്ള ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് കമൻറ്റ് ഇട്ടത് ശ്രീ ശശിധരൻ പിള്ള? ഞാൻ ശശിധരൻ പിള്ളയുടെ കമൻറ്റ് വായിക്കാതെ പോകുന്ന ഒരു പ്രശ്നം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് ഇതിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്.
ഏതായാലും കണ്ടു ഇതിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു കാര്യം പറയാം. ഇനി അധിക മോഹവും ആർത്തിയും മൂത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കാനാണ് ശ്രമമെങ്കിൽ ഇനി എന്നും കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ എന്നുള്ള. അപ്പോൾ ഞാനിത് കണ്ടില്ല. ശ്രീ ശശിധരൻ പിള്ളയുടെ കമൻറ്റ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നതാണ്. നമ്മുടെ ചില വേണ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണല്ലോ ശ്രീ ശശിധരൻ പിള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ എങ്ങനെയോ അത് മിസ്സായിപ്പോയി. അതിൻ്റെ താഴെ നമ്മുടെ ഡൊണാൾഡ് ഡക്കിൻ്റെ കമൻറ്റ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് പോയതാണ്. ബിനോയ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ഞാൻ ബിനോയ് കാത്തിരിക്കുക. ബിനോയ് കേൾക്കാമോ? നമസ്കാരം മനോജി. എന്താണ് നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ പൊരിഞ്ഞ് അടി നടക്കുകയാണല്ലോ ബിനോയ്? എവിടെ പൊരിഞ്ഞടി കിടക്കുന്നത്? കോൺഗ്രസ് എന്താ KSU പ്രസിഡന്റിനെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്ന് പറയുന്നു, മുഖം കൊടുക്കാതെ പോകുന്നു. ഇതൊക്കെ എന്ത് തരം തർക്കങ്ങളാണ് ഉള്ളത് അതിനകത്ത്? എവിടെ കാണാൻ തയ്യാറായില്ലെന്നാണ് മനു നിങ്ങൾ പറയുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നതും. എവിടെ കാണാൻ തയ്യാറായില്ലെന്നാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് കണ്ടാൽ അദ്ദേഹത്തിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. പൊതുപരിപാടികളിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ അവിടെ വെച്ച് മുഖ്യമന്ത്രിയുമായിട്ട് വിഷയം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അദ്ദേഹം കണ്ടാലൊന്നൊരു ഒരു കൈ കൊണ്ടൊന്ന് തട്ടാം, അല്ലെങ്കിൽ ഒരു ഹായ് പറയാം, അല്ലാതെ മുഖം ഇങ്ങനെ തിരിച്ചിട്ട് പോകുന്നത് ശരിയാണോ? അല്ല, അത് യാദർച്ഛികമായി മുഖ്യമന്ത്രി ശ്രദ്ധിച്ച് കാണത്തില്ല. മറ്റുള്ള പരിപാടി നടക്കുമ്പോൾ അവരുടെ സംഘാടകരുമായി പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല. അവിടെ KSU സംസ്ഥാന എന്തായാലും തർക്കമില്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് പലതരം തർക്കങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഗവൺമെന്റ് ലീഡറുടെ ഇതിൽ നിങ്ങളുടെ ആളുകൾ പരസ്യമായി പുറത്തേക്ക് വന്നില്ല. അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞില്ല, ഞങ്ങളുടെ മേലെ ചാരി വെക്കാൻ നോക്കണ്ട, ഞങ്ങൾ കൊടുത്ത പട്ടികയിലല്ല ഇത് ഇതാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. KSU ഇതിനെതിരെ പ്രതിഷേധിച്ചല്ലോ. KSU അത് പറയണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അപ്പോൾ അത് പറയാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ടെന്ന് KSU നേതാക്കൾ പറഞ്ഞല്ലോ. KSUവിൻ്റെ തന്നെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷനെ തള്ളി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറയുന്നതിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, ഇത് എല്ലാവർക്കും പറയാനുള്ള സംഘടനാ അവകാശമുണ്ട്. KSUവിനും യൂത്ത് കോൺഗ്രസിനും മഹിളാ കോൺഗ്രസിനും എല്ലാവർക്കും പേരുകൾ നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, അലോഷ് നിങ്ങൾ വിഷയമാക്കിയത് അലോഷിയെ കണ്ടിട്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖം ചരിച്ചു പോയെന്ന് പറയും വിഷ്വല് കാണിക്കുന്നുണ്ട്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ചെറിയ സംഭവമാണ്. അതിന്റെ മുന്നേ തൊട്ടേ ഉള്ള ഒരു തർക്കമാണല്ലോ ഇത്. ഗവൺമെന്റ് ലീഡർ അതിൽ തുടങ്ങിയാണ് പൊട്ടിത്തെറി. നിങ്ങൾ കാണിക്കുന്നത് അല്ല മനു, ഞാൻ പറയോട്ടെ, നിങ്ങൾ കാണിക്കുന്ന വീഡിയോ വിഷ്വലില് മുഖ്യമന്ത്രി അലോഷിയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അലോഷി വരുമ്പോ അങ്ങോട്ട് ചെന്ന് അലോഷിയെ കെട്ടിപ്പിടിച്ച് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്നേ. അല്ല, നിങ്ങൾ ആ വിഷ്വൽ ഇപ്പൊ കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവിടെ തൊട്ട് ഫ്രണ്ടിൽ അലോഷ്യ സൈഡിൽ നിൽക്കുന്നു. മുഖ്യമന്ത്രി ചില വ്യൂ വരില്ല. ഓക്കെ, ഇത് KSUവിന്റെ ഒരു പരിപാടിയല്ല. KSUവിന്റെ പരിപാടിയിലോ ഒരു പാർട്ടി പരിപാടിയിലോ ആണ് ഇങ്ങനെ ചെയ്യുന്നെന്ന് പറയാൻ നമുക്ക് ഓക്കെ വിശ്വസിക്കാം. പക്ഷെ ഇതങ്ങനല്ല. മുഖ്യമന്ത്രി ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അലോഷ്യ ആ സൈഡിൽ നിൽക്കുന്നു. ആ മോനെ ഇപ്പൊ നമുക്ക് ഞാനൊരു ചോദ്യം സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. ഇത് പാളയത്തിനകത്ത് പടയുണ്ടോ? നിങ്ങൾ രണ്ട് വിഭാഗമായി, മുഖ്യമന്ത്രിക്കെതിരെ ഒരു പടയൊരുക്കം ഉണ്ടോ? എന്താണ് മനു, ഞാൻ വ്യക്തമായി പറയുന്നു, ഒരു പടയൊരുക്കവുമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനകീയ മുഖ്യമന്ത്രിയാണ്. ഞാൻ മെനഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം ഞാൻ മുഖ്യമന്ത്രി ട്രെയിനിൽ കൊല്ലത്ത് വന്ന് തിരിച്ച് കൊല്ലത്ത് കയറി പോകുമ്പോൾ ഞാൻ അത്രയും നേരം സംസാരിച്ചു പോയാളാ. ആ ജനങ്ങള് പഴയ മുഖ്യമന്ത്രിയെയും ഇന്നത്തെ മുഖ്യമന്ത്രിയെയും കാണുമ്പോൾ ജനങ്ങളുടെ ഒരു മനസ്സിലുള്ള ചിരിയും പുഞ്ചിരിയും. ഒരു പോലീസ് എസ്കോർട്ടില്ല, ഒരുപാട് പോലീസുകാരൊന്നുമില്ല. പോലീസുകാരുടെ ഡ്യൂട്ടി നടത്തണം. അപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നില്ല, ചില പോലീസുകാർ നിങ്ങൾ ആളിനെ ഒന്നും ഒതുക്കണ്ട, ഇത് റെയിൽവേ സ്റ്റേഷനാണ്, അവർ യാത്ര ചെയ്യാൻ വന്നിരിക്കുന്ന ആരും ഞാൻ വരുന്നെന്ന് പറഞ്ഞ് ആരും നിങ്ങൾ ജനത്തിനെ ഒതുക്കണ്ട. ഞാനത് കേട്ട് സത്യം പറഞ്ഞ രണ്ട് മുഖ്യമന്ത്രിയായിട്ട് താരതമ്യം ചെയ്തു. ഇനി നമ്മളെ വിഷയത്തിലോട്ട് തന്നെ കടന്നു വരാം. അലോഷി പറഞ്ഞതും കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ലിസ്റ്റ് കൊടുത്തതിനകത്ത് എല്ലാവരും ഇന്ന് KSUവിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തൃശ്ശൂരിലെ ശരത് എന്ന് പറഞ്ഞ ഒരാൾ 2021 അദ്ദേഹം പ്രവർത്തിച്ച പാർട്ടി വിട്ട് കോൺഗ്രസിൽ വന്നു. അയാളുടെ ലിസ്റ്റ് വന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല.
ഇതെല്ലാവരും കൂടി ചേരുന്നത് ാണ് കോൺഗ്രസ്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദന അവിടെ കണ്ണൂർ മത്സരിപ്പിച്ചപ്പോ അയാൾ CPM വിട്ടുവന്നതല്ലേ? അതെനക്ക് ഉണ്ണികൃഷ്ണനെ അതെനക്ക് ഓരോരുത്തരെ. അതുകൊണ്ട് ഇതൊരു വിഷയമായി ചർച്ച അല്ല, അതൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇത് അതല്ലല്ലോ. ഇത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഗവൺമെന്റ് ലീഡറായി സ്വന്തം പാർട്ടിക്ക് വേണ്ടി നിലയുറപ്പിച്ച ആളുകളെ വെക്കണ്ടേ എന്ന ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. അവരെ തന്നല്ലോ വെച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ലിസ്റ്റിൽ ഇപ്പൊ ശരത് എന്ന് പറഞ്ഞ ഒരാളെ വെച്ചെന്ന് പറഞ്ഞാണ് പ്രശ്നം. ശരത്ത് ഇന്ന് KSU ജില്ലാ പ്രസിഡന്റ്, എറണാകുളം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ 2021 ഇതിൽ വന്നയാളാ. പിന്നെ മുഖ്യമന്ത്രിക്ക് ഓരോരുത്തരെ ഒന്നും ഫിൽട്ടർ ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. പല സങ്കല്പം KSU കൊടുക്കുന്ന ലിസ്റ്റും യൂത്ത് കോൺഗ്രസ് കൊടുക്കുന്ന ലിസ്റ്റും മഹിളാ കോൺഗ്രസ് കൊടുക്കുന്ന ലിസ്റ്റും പാർട്ടി DCC പ്രസിഡന്റുമാർ കൊടുക്കുന്ന ലിസ്റ്റും എല്ലാം കൂടി ഉൾപ്പെടുത്തി നമുക്ക് 100% ഇതാക്കാം. എല്ലാം കൂടി ഉൾപ്പെടുത്തിയല്ലേ ഇത് പ്രഖ്യാപിക്കുന്നത് ലീഡർമാരാ. അതുകൊണ്ട് അലോഷിയെ ഒരിക്കലും പരസ്യമായി, കാരണം നല്ല രീതിയിൽ ഈ മന്ത്രിസഭ പൊക്കോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം ഞങ്ങളൊക്കെ അനുഭവിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിന്റെ ഒരു ഫലമാണ് ഇപ്പൊ കിട്ടിയ ഈ ഭരണം. അത് ഈ പറയുന്നത് കണക്ക് അലോഷിക്ക് വല്ലവും പറയാനുണ്ടെങ്കിൽ അലോഷി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓഫീസിൽ വന്ന് കണ്ടാൽ അവിടെ ഓഫീസിൽ വന്ന് പറയാം. അല്ലാതെ മാധ്യമങ്ങളോടോ പത്രപ്രവർത്തകരോടോ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ മുഖ്യമന്ത്രി ശ്രദ്ധിച്ചില്ല, അങ്ങനെ പരസ്യമായി ഒരു മീഡിയകളിലും പറയാൻ പാടില്ല. അത് ശരിയായ ഒരു രീതിയും പ്രവണതയുമല്ല. മുഖ്യമന്ത്രി ചെയ്യാൻ പറ്റുന്നെല്ലാം കോൺഗ്രസുകാർക്ക് വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടിയും ചെയ്യുന്നുണ്ട്. പൊതുസമൂഹം മനസ്സിലാക്കുന്നത് കണക്ക് ഈ പാർട്ടിക്കാരും മുന്നണിയിലുള്ളവരും കൂടി മുഖ്യമന്ത്രിയെ മനസ്സിലാക്കിയാൽ കൊള്ളാം. അദ്ദേഹം ജനകീയനായ മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ കുറച്ചു ദിവസത്തിന് ശേഷം മെനഞ്ഞാന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോയപ്പോൾ എനിക്ക് നോക്കാം. ഈ പക്ഷേ ഇവിടെ ജനങ്ങൾ പറയുന്നത് ഒരു പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നു എന്നതാണ്. ഏതായാലും അത് ഒന്ന് പരിഹരിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളൊരു ഇത് അടിയൊന്നും അല്ല. ഇത് ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതെ, പക്ഷെ അത് നിങ്ങൾ പറയുമ്പോഴും അത് പാർട്ടി വേദികളിൽ പറയാതെ പരസ്യ പ്രസ്താവന ആയിട്ട് പുറത്തു വരുമ്പോ അത് ഒരു ഭംഗി കുറവില്ലേ? അത് ശരിയാണ് മനു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. പാർട്ടി വേദികളിൽ ഏത് നേതാക്കളാണെങ്കിലും ഇത് സംസാരിക്കണം. പുറത്ത് സംസാരിക്കുന്നത് ശരിയല്ല. കോൺഗ്രസിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ചില മാധ്യമങ്ങൾ, നിങ്ങളെന്നല്ല, ചില മാധ്യമങ്ങൾ അതിനെ പെരുപ്പിച്ച് കോൺഗ്രസിൽ വലിയ അടിയാണ് വഴക്കാണ്, അങ്ങനെ ഒരു സംഭവമില്ല. മുഖ്യമന്ത്രി വളരെ വ്യക്തമായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെ മുഖ്യമന്ത്രി നിൽക്കുകയാണ്. പിന്നെയും ഞാൻ പറയുന്നു, മുഖ്യമന്ത്രിക്ക് ഈ എല്ലാവരെയും ഒന്ന് കീറി പരിശോധിക്കാനൊന്നും പറ്റത്തില്ല. ഓരോ സ്ഥലത്തുനിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് വെച്ച് ഈ ലീഡർമാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അത് അനൗൺസ് ചെയ്തോ ഇല്ലെന്ന് എനിക്ക് കൃത്യമായി ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ ആ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതല്ല. നിങ്ങൾ വ്യാപാരി വ്യവസായിയുടെ എന്തെങ്കിലുമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയുമെങ്കിലും ഇതുവരെയും ആ അനൗൺസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്ന ആ ലിസ്റ്റ്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രദീപ് എന്നോടൊപ്പം ചേരുന്നത് ന്യൂയോർക്കിൽ നിന്നാണ്. ശ്രീ പ്രദീപ്. നമസ്കാരം മിസ്റ്റർ മനു. യെസ് നമസ്കാരം. ആദ്യം ഒരു അപേക്ഷയുണ്ട്. ഈ ബിനോയിക്ക് ഇത്രയൊക്കെ സമയം കൊടുത്ത് വെറുപ്പിക്കരുത്. ക്ഷമിക്കണേ പറഞ്ഞത്. കാരണം അദ്ദേഹം പറയണതിന്റെ കണ്ടന്റ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇത്രയും നേരം അങ്ങനെ പ്രദീപ്, അത് ഞാൻ എപ്പോഴും പ്രദീപും കൂടി ഒന്ന് കേൾക്കുക. ഇത് പ്രദീപ് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ എപ്പോഴും ഒരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അത് ഏത് വിഷയമായിക്കോട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യൂബറിൻ്റെ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തു. അപ്പോൾ യൂബറുമായി ബന്ധപ്പെട്ട അതിൻ്റെ മോട്ടോർ തൊഴിലാളി യൂണിയൻ അസോസിയേഷൻ്റെ നേതാവ്, അതുപോലെ യൂബർ ഓണേഴ്സ് അസോസിയേഷൻ നേതാവ്, യൂബർ ഡ്രൈവർമാർ, ഇങ്ങനെയുള്ള ആളുകൾ വന്നപ്പോൾ അവർക്ക് ഞാൻ കൂടുതൽ സമയം കൊടുത്തു. ഇതിൽ ബിനോയ് ഒരു കോൺഗ്രസ് രാഷ്ട്രീയ നിലപാടുള്ള കോൺഗ്രസിൻ്റെ വ്യാപാരി കോൺഗ്രസിൻ്റെയൊക്കെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ബിനോയുടെ അഭിപ്രായത്തിന് കുറേ കൂടി പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. പ്രദീപിന് പലപ്പോഴും അധിക സമയം നൽകുന്നതിനെ പറ്റി ആളുകൾ ഇവിടെ പറയാറുണ്ട്. പക്ഷേ അത് അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇറാഖ് അല്ലെങ്കിൽ ഇറാൻ വാർ വരുമ്പോൾ, ഇതുപോലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ പ്രദീപിന് കൂടുതൽ സമയം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രദീപ് തന്നെ യൂട്യൂബിലൊക്കെ പ്രദീപിൻ്റെ ഓഡിയോ ഇപ്പോൾ വലിയ തോതിൽ ഓടുന്നത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പ്രദീപ് നോക്കിയാൽ മനസ്സിലാവും. അത് ഓരോരുത്തർക്ക് ഏതാണ് ആ വിഷയം, അതുമായുള്ള അടുപ്പം വളരെ പ്രധാനമാണ്. ചില ആളുകൾ എല്ലാ വിഷയത്തിലും പ്രതികരിക്കാറുണ്ട്, അത് ഞാൻ അതിനെ ഒന്നും പറയാറില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്, അതിലൊരു തർക്കവുമില്ല. അതാണ് അതിലെ കാര്യം. പ്രദീപിന് ഒരുപക്ഷെ ആ രാഷ്ട്രീയത്തോട് ഇഷ്ടമില്ലാതിരിക്കാം, അത് എനിക്കും ആ രാഷ്ട്രീയത്തോട് യോജിപ്പൊന്നുമില്ല. പക്ഷേ അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണ്ടേ?
അല്ല അത്രയും ഞാൻ പറഞ്ഞ ഈ വിളിക്കുന്നവരുടെ ഞാൻ മിക്കവാറും ഞാൻ പറഞ്ഞു പോകാറുള്ളത് ദയവ് ചെയ്തല്ല ഞാൻ ഈ നിങ്ങൾ അത് കട്ട് ചെയ്യണില്ലായിരിക്കാം, പക്ഷെ ഈ ആരാ പറയുമ്പോൾ അറിഞ്ഞ് വിളമ്പണം എന്ന് പറയണല്ലോ. ഇല്ല അതാണ് ഞാൻ പറഞ്ഞത്, അത് അറിഞ്ഞാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ഇപ്പൊ പ്രദീപ് തന്നെ ഒന്ന് പുനഃപരിശോധന നടത്തിയാൽ മതി. ഈ യുദ്ധത്തിന്റെ സമയത്ത് എല്ലാം പ്രദീപ് കട്ട് ചെയ്ത് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് ആ വിഷയവുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ സമയത്ത് അറിയേണ്ട ഒരു താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയാണ്. അപ്പം ഇപ്പം പ്രദീപിനെ പോലെ ഇത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുന്നേ ഹോൾഡ് ചെയ്യുന്ന ആൾ കുറച്ച് നേരം അധികം സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഞാൻ ഇതിൽ പൊതുവേദിയിൽ കണ്ടിട്ടുള്ള ഒരു വിഷമാണ്. പ്രദീപിന് ഒരു പക്ഷേ ന്യൂയോർക്കിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ട് കുറെ കൂടുതൽ പൈസ ചിലവാകുന്നുണ്ടാവും. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അതല്ല മിസ്റ്റർ മനു, അതല്ല ഞാൻ പറയണത്. ഞാൻ കഴിയുന്നത്ര എത്രയും പെട്ടെന്ന് പറയണം ഞാനും പോകാറുള്ളത്. പിന്നെ ആർഗ്യൂ ചെയ്യണ സമയങ്ങളിലാണുള്ളത്. ഇതിപ്പോ പറഞ്ഞ വിഷയത്തിൽ അങ്ങനെയാണ്. നിങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയം വരുമ്പോൾ ആർഗ്യൂ ചെയ്യും. അല്ലേ ഒത്തിരി പേരെ നിൽക്കുന്നവന്റെ പിറവാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വെക്കാം. നോക്കണം, ഞാനൊക്കെ ഈ സതീശന് വേണ്ടി ഒരുപാട് വായ്ത്താരി അടിച്ച വ്യക്തിയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് എത്രത്തോളം സതീശൻ എന്നൊരു വ്യക്തി മുഖ്യമന്ത്രിയായി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ടാവുന്നു. പിണറായി വിജയൻ ചെയ്ത പല അഴിമതികളും പല കാരണങ്ങളിൽ എതിരായിട്ട് നേരെ എൻറ്റേലി ഓപ്പോസിറ്റ് ആയിട്ട് പൊതുജനങ്ങൾക്ക് വളരെയധികം ഗുണകരമായ മൊത്തം ഒരു അഴിച്ചുപണി, സർക്കാർ തലങ്ങളിൽ ഒരു അഴിച്ചുപണി, ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, പോലീസിന് ഒരു അഴിച്ചുപണി, ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോലും BJP പ്രവർത്തകനാണ് ഞാൻ പോലും പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിച്ച് VD സതീശൻ മുഖ്യമന്ത്രിയായി ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടി വാഗ്ദാരി അടിച്ചിട്ടുണ്ട് ഞാൻ. ഞാനിപ്പോ വളരെ വിഷമത്തോടെ ഈ 2 മാസം ഞാൻ കാണുമ്പോ വലത് കാലിലെ മന്ത് ഇടത് കാലിലോട്ട് മാറിയതല്ലാതെ ഒരു വ്യത്യാസം തോന്നുന്നില്ല മിസ്റ്റർ മനു. നിങ്ങൾ നോക്കൂ, ഒരു പോലീസുകാരന്റെ പോലും മാറ്റിയിട്ടില്ല അഴിമതിയിൽപ്പെട്ട. അറിയോ, അജിത്ത് എന്ന് പറയുന്ന ആ പോലീസുകാരൻ ഞാൻ ന്യൂസിൽ സ്ഥിരം കാണുന്നത്, അയാൾ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അയാളെ സംരക്ഷിക്കുന്നത് അതിന് അവരൊരു പറഞ്ഞല്ലോ, അതിനൊരു നടപടിക്രമം ഉണ്ടല്ലോ. ഒരു ഉദ്യോഗസ്ഥനെ, പ്രത്യേകിച്ച് IPS ഉദ്യോഗസ്ഥൻ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ DGP ആയി പരിഗണിക്കപ്പെടാനുള്ള അത്രയും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെ നാളെ തൊട്ട് വരണ്ട എന്ന് പറയാൻ ഇതൊരു സ്വകാര്യ സംരംഭം അല്ലല്ലോ, ഇതൊരു സർക്കാരല്ലേ. അതിനൊരു നടപടിക്രമമില്ലേ? നാളെ തൊട്ട് നിങ്ങൾ പണിക്ക് വരണ്ട എന്നൊക്കെ നമ്മൾ ചില തൊഴിലാളികളോടൊക്കെ പറയുന്നത് പോലെ അങ്ങനെയാണോ ഇവിടെ സംഭവിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പറ്റുമോ സർക്കാരിൽ? ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ പല ഉദ്യോഗസ്ഥന്മാരെ ഇദ്ദേഹത്തിന് പിരിച്ചുവിടണ്ട, മാറ്റി നിർത്താൻ പറ്റത്തില്ലേ? അലിഗേഷൻ ഉള്ള വ്യക്തിയല്ലേ? ഞാൻ ചോദിക്കുന്നത്, അലിഗേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു നടപടിക്രമമില്ലേ? ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ട് എന്ന് നമ്മളുടെ മുന്നിൽ തന്നെ നടന്നാലും അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് പോലീസ് വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, സാധാരണ നമ്മളൊരു ജഡ്ജിനെ പറ്റി പറയുന്നത്, ജഡ്ജ് ഒരു കൊലപാതകം കണ്ടാൽ അപ്പം തന്നെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അത് പിന്നെ പോലീസ് വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് ഉണ്ടാക്കി ആ നടപടിക്രമം, അതൊരു ജനാധിപത്യ സർക്കാരിന്റെ ഭാഗമാണ്. ഇത് കോമൺ സെൻസ് അല്ലേ? നോക്കൂ മിസ്റ്റർ മനു, ഞാൻ ചോദിക്കുന്നത്, ജനങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുത്തത് പിണറായിയെ തന്നെ തിരഞ്ഞെടുക്കാതെ നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്ത പല കാര്യങ്ങളും മാറ്റി ചെയ്യാനാണെന്നേ. അല്ലാതെ അയാൾ കൊണ്ടു നടന്ന ഉദ്യോഗസ്ഥന്മാരെയും അദ്ദേഹം പാലൂട്ടി കൊണ്ടു നടന്ന ആൾക്കാരെ അതേപോലെ തലോടാനല്ല. ഈ VD സതീശനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ വർത്തമാനം മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കലായിട്ട് എന്താ ചെയ്തത്? കഴിഞ്ഞ 2 മാസം ഇദ്ദേഹം എന്താ ചെയ്തത്? ജനങ്ങൾക്ക് വേണ്ടി ഒരു സൗജന്യമായിട്ട് കുറെ ബസ് കൊടുത്തതാണോ? ഇതല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഹി ഹാവ് ടു ആക്ട് ആസ് എ മിനിസ്റ്റർ. ഇദ്ദേഹം ചുമ്മാ വായ്ത്താരി അടിക്കുക. പത്രക്കാരെ കാണുമ്പോൾ അയാളോട് ചിരിച്ച് കളിച്ച് അങ്ങ് എന്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു ഞാൻ കാണുന്നില്ല മിസ്റ്റർ മനു. ഈ അജയ് തിലക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് CBI എന്തോ അന്വേഷിക്കുന്ന വ്യക്തി ഏതാണ്? അദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ മാറ്റി നിർത്താമല്ലോ. ഈ കോൺഗ്രസുകാരെ അടിച്ചു തല്ലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എല്ലാ ഈ ഗവൺമെന്റ് ലീഡർമാര് എത്ര കാര്യങ്ങളാണ് പിണറായി സർക്കാർ വെച്ച അതേ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ജനങ്ങള് കാണുന്നത് എൻ്റെലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭരണമാണ്. ഞാനൊക്കെ ഐ എം സോ ഫെഡ് അപ്പ്, ബിലീവ് മീ. എനിക്ക് ഭയങ്കര വെറുപ്പായി പോയി ഇദ്ദേഹത്തിന്റെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട്. വെറും 2 മാസം കൊണ്ട് ഇദ്ദേഹത്തെ വാനോളം പൂഴ്ത്തിയ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ വെറുത്തു പോകണം. എന്റെ അമ്മ സത്യം ഞാൻ പറയാം, സത്യമായിട്ട് പറയാണ്. എനിക്ക് ഒരു ഹോപ്പുമില്ല ഇദ്ദേഹത്തെ. പിണറായിയെക്കാളും ജനങ്ങൾ ഇദ്ദേഹത്തിനെ ചവിട്ടിക്കൂട്ടി കളയും എന്നുള്ളത് 100% ഉറപ്പ്. ഐ ഡോണ്ട് തിങ്ക് സോ. പ്രദീപ് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അമ്മയെ പിടിച്ച് സത്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പ്രദീപ്. അല്ല, എനിക്ക് മിസ്റ്റർ മനു നോക്കൂ, ഒരു ദുരന്ത 10 വർഷം കേരള ജനങ്ങളെ ദുരന്തത്തിലാഴ്ത്തിയ ഒരു ദുർഭരണത്തെ എടുത്തു കളഞ്ഞ് ജനങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ കയറ്റിയ. വി ആർ എക്സ്പെക്ടിങ് സോ മച്ച്. ഞങ്ങളെ ഒരുപാട് പ്രതീക്ഷിക്കുന്നു ഇദ്ദേഹത്തിനെ കൊണ്ട്. ഇദ്ദേഹം ഈ ന്യായം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ചളുവടിക്കണതല്ല. He have to act like a minister. Please do that. Thank you so much. ശരി. അപ്പൊ എന്നോടൊപ്പം ശ്രീ ഹനീഫ കൂടി ചേരുന്നുണ്ട്. ഹനീഫ. താങ്ക് യു. മനു, ഞാൻ VD സതീശന്റെ നാട്ടുകാരനാണ്. ചൊവ്വര ദേശത്തുള്ളതാണ്. ഒരു ദേശക്കാരൻ എന്ന നിലയിൽ VD സതീശൻ ഈ
ദുർഘട സാഹചര്യത്തെ അതിജീവിക്കുമോ ശ്രീ ഹനീഫ? അതിജീവിക്കാനാണ് സാധ്യത. എന്നിട്ട് അയാളെ പുറത്ത് കളയാനായിട്ട് ഇപ്പൊ ഓരോ കോൺഗ്രസ്സുകാരിൽ തന്നെയുള്ള ഒരു എതിർ കക്ഷികളായിട്ട് ഒന്നിന്നുകൊണ്ട് അയാളെ പുറത്ത് കളയാൻ നോക്കുന്നുണ്ട്. അപ്പൊ അവരെ അതിജീവിക്കുമെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ പ്രദീപിന് ചില ആളുകൾ പിന്തുണ കൊടുക്കുന്നുണ്ട് കേട്ടോ. സുനിൽകുമാറിൻ്റെ പിന്തുണയുണ്ട്. LDF അല്ലാതെ UDF ആൻഡ് BJP ഉണ്ട് എന്ന് സുനിൽകുമാർ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അപ്പോൾ കുരിശുമുന്നിൽ കുശിനൊക്കത്തി നശിക്കും യാദവ വംശം തുടർന്നോ, അപ്പോൾ എന്തൊക്കെയോ എന്നോട് എനിക്ക് കവിതയാണെന്ന് തോന്നുന്നു. ഓക്കെ, കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത് ഇന്നത്തെ കുഞ്ഞിക്കുറിപ്പ് വായിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സർക്കാരിനെതിരെ തിരിഞ്ഞു എന്നുള്ള ചില നിലപാടുകൾ ആളുകൾ വിളിക്കുന്നത്. LDF അല്ലാതെ വേറെ ആരുണ്ട് എന്ന് ചോദിച്ചിട്ട് എന്തായി കൃഷ്ണൻകുട്ടി? ജനത്തിന് പ്രശ്നമൊന്നുമില്ല, കുറേ പ്രശ്നക്കാർ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ശ്രീ ശശിധരൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പ്രദീപ് എന്നാണ്. ഓക്കെ, വയനാട്ടിലെ MP ജീവിച്ചിരിപ്പുണ്ടോ? ദുരന്ത സ്ഥലത്ത് ഇതുവരെ എത്താത്ത MP വയനാട്ടുകാർക്ക് ഇങ്ങനെ തന്നെ വേണം. കേരളത്തിൽ ആരും ഇല്ലാഞ്ഞിട്ടാണല്ലോ നൂലിൽ കെട്ടി ഇറക്കിയത് എന്നൊക്കെ സുനിൽ എന്നോട് പറയുന്നുണ്ട്. പ്രതിപക്ഷ ഉപനേതാവിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ജയകുമാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രദീപിന് പക്ഷേ സുനിലിൻ്റെ ഒരു പിന്തുണയുണ്ട്. ഗൗതം പറയുന്നത് ഇപ്പോൾ പ്രദീപിന് എത്ര ടൈം കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. അതെ, അത് പ്രദീപിനോടുള്ള ഉത്തരവല്ല, ചില ആളുകൾക്ക് പൊതുവേ കൊടുക്കുന്ന ഒരു ഉത്തരമാണ്. നമ്മുടെ ചടയമംഗലത്ത് നിന്ന് ബിനുകുമാർ കൂടി എന്നോടൊപ്പം ചേർന്നുണ്ട്. ബിനുകുമാർ, നമസ്കാരം സാറേ. നമസ്കാരം. ശ്രീ ബിനുകുമാർ, അല്ല, എന്താണ് അങ്ങേക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്, ഈ തർക്കങ്ങൾ കാണുമ്പോൾ? സാർ, ഇത് പാളയത്തിൽ പട തന്നെയാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ കേരളത്തിലെ പൊളിറ്റിക്സ് കുറച്ചെങ്കിലും അറിയാവുന്ന ഒരു മനുഷ്യന് മനസ്സിലാവും ഇത് പാളയത്തിൽ പടയാണ്. ഈ മനുഷ്യൻ 5 വർഷം തയ്ക്കാൻ സമ്മതിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി ആവുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലാവരെയും ഒന്നും പ്രീതിയൊന്നും നേടി എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണത്തിൽ കയറുമ്പോഴത്തേക്ക് എനിക്കെന്ത് കിട്ടും എന്നുള്ള ഒരു 10-40% നേതാക്കന്മാരുടെ ലക്ഷ്യം അതാണ്. എല്ലാവരെയും ഞാൻ അടച്ചു പറയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഞാനാണ് വലുത്. ഇനി താഴെ ബൂത്ത് തലത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാലും അയാൾ ഈ പറഞ്ഞ കണക്ക് രാഷ്ട്രപതിയുടെ തൊട്ട് താഴത്തെ പോസ്റ്റിലായിരിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ഗൗതം പറയുന്നത്, ഗൗതമിന് ശക്തമായ പ്രതിഷേധമുണ്ട്. നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണ്, അതുകൊണ്ട് നമുക്ക് മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ബിനോയ്ക്ക് സമയം കൂടുതൽ കൊടുത്തു എന്നൊരു പ്രതിഷേധം, വേറൊരാൾക്ക് പ്രദീപിന് കൂടുതൽ സമയം കൊടുത്തു എന്നൊരു പ്രതിഷേധം. അപ്പോൾ ഞാൻ ഈ ബിനോയ്ക്ക് സമയം കൂടുതൽ കൊടുത്തു എന്ന പ്രതിഷേധത്തിൻ്റെ മറുപടിയായിട്ടാണ് ബിനോയോട് പറഞ്ഞത്. ബിനോയ്ക്ക് കൂടുതൽ സമയം കൊടുത്തു എന്ന ആ ഒരു പ്രതിഷേധത്തിന് അല്ലെങ്കിൽ എതിർപ്പിന് മറുപടിയായിട്ടാണ് ഞാൻ പ്രദീപിനോട് ആ കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് കൂടുതൽ സമയം എടുത്തത്. പക്ഷേ അത് നമ്മുടെ മുഴുവൻ പ്രേക്ഷകർക്കുള്ളൊരു സംശയമാണല്ലോ, അതുകൊണ്ടാണ് അതങ്ങനെ വിവരിക്കേണ്ടി വന്നത്. കേരളം BJPയുടെ റിമോട്ട് കൺട്രോളിലാണെന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. അപ്പോൾ ആസ്ക് ബിനോയ് വൈ ശരത് ഫേബേഴ്സ് ഷോൺ ജോർജ് ഫോർ മുനമ്പം ഇഷ്യൂ ഇൻ കോർട്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ അവിടുത്തെ അഭിഭാഷകൻ എന്തുകൊണ്ടാണ് പിന്നെ ഈ മുനമ്പം ഇഷ്യൂവിൽ അഭിഭാഷകൻ എന്തുകൊണ്ടാണ് ഷോൺ ജോർജിനെ പിന്തുണച്ചത് എന്ന് ഷിജു കുര്യത്ത് ചോദിക്കുന്നു. ശ്രീമതി ഗീത മേനോൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ഗീത മേനോൻ കോയമ്പത്തൂരിൽ നിന്ന് നമുക്കറിയാവുന്ന നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ഗോമാദിജി ഓൾവേസ് കോംപ്ലിമെൻറ്റ്സ് യുവർ അറ്റയർ. മനു, ഐ ആഡ് കോംപ്ലിമെൻറ്റ്സ് ടു യുവർ അറ്റയർ. അപ്പോൾ ശ്രീമതി ഗീത മേനോൻ എന്നോട് പറയുന്നത് നമ്മുടെ ഗോമാതാജി എപ്പോഴും എൻ്റെ ഡ്രസ്സുകളെ പറ്റിയൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ഇതിൽ നടത്താറുണ്ട് എന്നാണ്. അപ്പോൾ അതുപോലെ ഗീതാ മേനോനും അവരും ചില പ്രതികരണങ്ങൾ നടത്തുന്നത് നന്നായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൽ ഈ നിറത്തോട് ഇത്ര താല്പര്യം എല്ലാവർക്കും തോന്നാൻ കാരണം എന്ന് അറിയില്ല. അപ്പോൾ ഷാജി എന്നോട് പറയുന്നത് ബിനോയ് വല്ലാതെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഷാജി എന്നോട് പറയുന്നു. ശ്രീമതി സൗമ്യ ബാംഗ്ലൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ഗുഡ് ഈവനിങ് എന്ന് പറയുന്നു. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. ഐ എം ഡൂയിങ് എക്സ്ട്രീംലി വെൽ. അപ്പോൾ ശ്രീമതി സൗമ്യയ്ക്കും അതുപോലെ ശ്രീമതി ഗീതാ മേനോനും ഒക്കെ എൻ്റെ ആശംസകൾ. എന്നോടൊപ്പം പവിത്രൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ പവിത്രൻ. ശരി, അതെ, ഞാനിപ്പോ ഇതിനെ പറ്റിയിട്ട് പറയാൻ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു 50 കൊല്ലം ഈ പൊതുപ്രവർത്തനായിരുന്നു. ഈ കോൺഗ്രസിന്റെ ഒരു നല്ല പ്രവർത്തനമായിരുന്നു 50 വർഷം. കോൺഗ്രസ് പാർട്ടി എന്ന് കയറുന്നു, ഒരു തലപ്പത്ത് ആരെങ്കിലും കോൺഗ്രസിന്റെ ഇരുന്നുണ്ടെങ്കിൽ
അയാളെ എങ്ങനെയെങ്കിലും ഉപദ്രവിച്ച് പുറത്തേക്ക് ചാടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട. അത് കാലങ്ങളായിട്ടുള്ളതാണ് ഈ പാർട്ടിയിൽ. അപ്പൊ ഇത് അതിജീവിക്കോ വി ഡി സതീശൻ? ഈ പ്രതിസന്ധി അതിജീവിക്കും. കാരണം വെച്ചാല് സതീശൻ കേറുമ്പോ തന്നെ അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് അറിഞ്ഞപ്പോ തന്നെ അവിടെ തല്ലൂട്ടം തുടങ്ങി. അതില് സതീശൻ വന്നേരിക്കാണ്. പിന്നെ ഇപ്പൊ കേറി 2 മാസം ആകുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നുള്ള പ്രതിസന്ധി സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പാർട്ടീനെ തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇതിനെ പുറത്ത് ചാടിച്ചിട്ട് അടുത്ത ആൾക്ക് കയറിയിരിക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ നോക്കിയിട്ട് ഇതിനെ കാണുന്നത്. അല്ലാണ്ട് ഈ പാർട്ടിയിൽ സ്ഥിരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ കുത്തിച്ചവിട്ട്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ഗൗതം പറയുന്നത് ഞായറാഴ്ച അർജന്റീനയുടെ കളിയുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അർജന്റീന ജയിക്കും എന്നാണ് ഗൗതം പറയുന്നത്. ഗൗതമിൻ്റെ പ്രതീക്ഷകൾ വിജയിക്കട്ടെ. ഞാൻ ഏതായാലും അർജന്റീന ഫാനല്ല, അതുകൊണ്ട് തന്നെ ഗൗതം എൻ്റെ പ്രതീക്ഷ പക്ഷേ അർജന്റീനയ്ക്കൊപ്പമാണ്. അപ്പോൾ അർജന്റീന വിജയിക്കും എന്നാണ് ഗൗതം പറയുന്നത്. അപ്പം എനിക്ക് ആര് ജയിച്ചാലും സന്തോഷം തന്നെ, നല്ലോണം കളിക്കുന്നവർ ജയിക്കട്ടെ. അപ്പോൾ ശരത്ത് ബാലരാമപുരവും ഫുട്ബോൾ കളിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഫുട്ബോളിൻ്റെ ചിത്രമൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്നോട് പിന്നെ ശ്രീ മുരളി പറയുന്നത് ഹോൾഡിൽ വെക്കാൻ LDF അല്ല വേറെ ആരും അല്ലാതെ ഹോൾഡിംഗ് വെക്കാൻ LDF അല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, KG കുമാർ എന്നോടൊപ്പം ചേരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ഹലോ ഹലോ ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണിത്. ഇതിന് എന്തെല്ലാം ന്യായീകരണം പറഞ്ഞാലും ഒരു ഇതില്ല. സാധാരണ ഒരു 80% ആൾക്കാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എപ്പോൾ കയറിയാലും ഇതേപോലെ കുത്തിത്തിരിപ്പും ഗ്രൂപ്പ് പോരും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പ്രാവശ്യം 10 കൊല്ലം പുറത്ത് നിന്നിട്ട് കയറിയതുകൊണ്ട് ഇതിനൊരു കുറവ് വരും എന്ന് വിചാരിച്ച്, അഥവാ വന്നാൽ തന്നെ കുറച്ച് സമയം എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കുറവുമില്ല, സമയം എടുത്തില്ല. ആകെ 2 മാസമേ ആയുള്ളൂ. കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ ഏതെങ്കിലും വിധത്തിൽ കയറുന്നതിന് മുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പല കളിയും കളിച്ചു നോക്കി. അതിനെല്ലാം അതിജീവിച്ചിട്ട് സതീശൻ കയറി ഇരുന്ന് ഇപ്പൊ 2 മാസവും കഴിഞ്ഞു. അപ്പൊ ഇനി ഏതെല്ലാം മാർഗത്തിൽ കൂടി കുതികാലി വെട്ടാൻ പറ്റുമോ അതെല്ലാം പല വഴിക്കുന്നു. ഇവിടുന്നും ഉണ്ട്, ഡൽഹിയിൽ നിന്നും ഉണ്ട്, പെരുന്നേന്നും ഉണ്ട്, അങ്ങനെ പല വഴി കൂടെ ഉണ്ട്. പക്ഷെ ഈ പാര വെക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. കാര്യം ഹൈക്കമാൻഡിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കണ്ണൂരുകാരനായ ഒരു വ്യക്തിയെ കടത്തി വെട്ടിയിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ആള് നിസ്സാരക്കാരനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാര് ഈ പഴശ്ശിയുടെ കളി കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ സതീശൻ ആരാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഇനി മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കാര്യം നിസ്സാര അതിക്രമിക്കുന്നതുകൊണ്ടാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ശശിധരൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്, പാലക്കാട് നിന്ന്. ശശിധരൻ, ഹലോ, പറയൂ സാറേ. അപ്പൊ കമ്പനിയുടെ കളി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് എന്നോട് KG കുമാർ പറയുന്നത്. അത് ഈ കോൺഗ്രസ്സുകാരുടെ ഒരു നാടകമാണ്. ഒന്നാമത് ഇതില് വേണുഗോപാലും ചെന്നിത്തലി ഇവരൊക്കെ ഒരു കൈയായിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒന്നാമത് കിട്ടിയില്ല. ഇത് മറ്റൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞ പോലെ മോഹഭംഗം സംഭവിച്ചവരുടെ ചില നീക്കങ്ങളാണോ ഇതിന് പിന്നിൽ? അതെ, ശരിയാണ്, 100%. അത് കാരണം എന്താ വെച്ചാൽ സതീശന്റെ ഐഡിയ എന്താന്നുള്ളത് ഇവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. ശരി, ഓക്കെ. അപ്പൊ രാജീവൻ കൂടി എന്നോടൊപ്പം ചേർന്നുണ്ട്, കൊല്ലത്ത്. ശ്രീ രാജീവൻ. സാറേ, ഒരു എതിരഭിപ്രായം സാറിനെതിരെ പറയാം. ഒരു എതിരഭിപ്രായം യൂട്യൂബിലെ ഒരുപാട് സാറ് എടുത്ത് സംസാരിച്ച ഈ വിളിക്കുന്നവർക്ക് സമയം കിട്ടത്തില്ല. യൂട്യൂബിൽ നോക്കണം. അപ്പൊ നമ്മൾ ഇത് മറ്റേ സാറില്ലായിരുന്നു. മറ്റേ സാറിന് നേരത്തെ നിൽക്കുന്ന സാറാണെങ്കിൽ അങ്ങനെ അത്രയും എടുക്കത്തില്ല, കുറച്ച് വായിച്ചിട്ടുണ്ട്. അല്ല, പക്ഷേ അതെന്താ പ്രശ്നം അറിയാമോ ശ്രീ രാജീവ്? ടെലിഫോൺ കിട്ടുന്നത് ആകെ 10-20 പേർക്കാണ്. യൂട്യൂബിൽ എനിക്ക് 100 കണക്കിന് ആളുകളാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ടെലിഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത മനുഷ്യർക്ക് ഒരു ചെറിയ കമൻ്റെങ്കിലും പറയാൻ അവസരം കിട്ടുക എന്നുള്ളതാണ്. മാത്രമല്ല, ടെലിഫോണിൽ മിക്കവാറും സ്ഥിരം കക്ഷികൾ തന്നെ അത് അങ്ങ് ഹൈജാക്ക് ചെയ്ത് അവരെടുക്കുകയാണ്. അപ്പോൾ ചില ആളുകൾക്ക് 1-2 വർഷമൊക്കെ ആയിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ അവർ യൂട്യൂബിൽ കമൻ്റ് ഇടുന്നത്. അപ്പോൾ ചില ആളുകൾ നമ്മളുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ഇപ്പോൾ ശശിധരൻ പിള്ളൈ എന്ന് പറയുന്ന ആൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് രസകരമായി കമൻ്റ് ഇടും. അപ്പോൾ അതൊക്കെ ഞാൻ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ യൂട്യൂബിലും നമുക്ക് നിറയെ പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരും ഒരേപോലെ അല്ലേ? അപ്പോൾ വിളിക്കുന്ന ആളുകൾക്ക് കിട്ടണം, അതൊരു വശം.
അപ്പോൾ കിട്ടാത്തവർക്ക് എന്ത് ചെയ്യും? നമ്മൾ പിന്നെ കേരളത്തിൽ സാറേ, എനിക്ക് പറയാനുള്ളത് ആ കൊല്ലത്തെ ഒരു പ്രേക്ഷകൻ വിളിക്കും, ജോയി എന്നാണ് കോൺഗ്രസ് അനുകൂലിയാ. പുള്ളിക്ക് അങ്ങ് ഈ രാഷ്ട്രീയത്തെ പറ്റി, കോൺഗ്രസ്സുകാരനാണെങ്കിലും പുള്ളിക്ക് രാഷ്ട്രീയത്തെ പറ്റി ഇവർക്കുള്ള ഈ സ്വഭാവങ്ങളുടെ കേന്ദ്രത്തിൽ ഇങ്ങനായത്. കേന്ദ്രത്തിൽ ഞാനൊരു കാര്യം പറയാം, രാഷ്ട്രീയം പയറ്റി തെളിഞ്ഞ ഒരാളാണ് ഇവർക്കുള്ള പ്രസിഡന്റ് അല്ല, പ്രതിപക്ഷ നേതാവ് അല്ല. ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു വ്യക്തിയാണ് ഇവർ തലപ്പത്ത് പിടിച്ചിരിക്കുക. അതിന്റെ പോരായ്മയാണ് ഈ കോൺഗ്രസിന് ഇത്രയും അധപ്പതനം വന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു സാറ് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, ഭയങ്കര ജനം നിൽക്കുക, സാറിന്റെ മോൻ അവിടെ നിന്ന് കൈ എന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ സാറ് കാണാതെ പോകൂ എന്ന് പറഞ്ഞ സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞപ്പോൾ അത് ചാനലിൽ വന്നിരുന്നത് അത് അവരൊക്കെ പറയുന്നതാണോ അംഗീകാരം? അങ്ങനെ പറയാൻ പാടില്ല. അത് ഞാൻ പരിശോധിക്കും എന്ന് സതീശനും പറയാം, മുഖ്യമന്ത്രിക്കും പറയാതെ ഞാനത് പരിശോധിക്കും. പുള്ളിക്ക് അത് എതിര് പറയാം. KSC കൂടെ വന്നില്ല ഈ പുള്ളി. അപ്പൊ അവര് തെറ്റൊന്നും അല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് തലപ്പത്ത് ഇതിനകത്ത് ആളില്ല, നാദിനില്ല, കളരി ഇവിടെ ഇത് ശരിയാവത്തില്ല. ഇത് ഒരു കാരണവശാലും വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പൊ എനിക്ക് ചില ആളുകൾ അങ്ങയുടെ ചോദ്യത്തിനും അതിനുള്ള എൻ്റെ മറുപടിയൊക്കെ പറ്റി ഇവിടെ പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ രാജീവിനോട് പറയുന്നു, യൂട്യൂബിൽ കാണുന്നവരും ഫെയ്ത്ത്ഫുൾ വ്യൂവേഴ്സാണ് പൊതുവേദിയുടെ, അപ്പോൾ അവരെ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് എന്നോട് പിന്നെ ഗോമാതാജിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ 2 വർഷം കൊണ്ട് വിളിക്കുകയാണ്, എനിക്ക് കിട്ടുന്നില്ല, അതാണ് മെസ്സേജ് ഇടുന്നത്. അപ്പോൾ നേരത്തെ ഷാജി കണിയമ്പറമ്പിൽ എന്ന് എന്നോട് ഷാജി നമ്മുടെ ഒരു പ്രേക്ഷകനാണ്, അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ചിട്ട് കിട്ടാന്നില്ല, അപ്പോൾ മെസ്സേജ് ഇടുന്നു എന്ന് പറയുന്നു. അപ്പോൾ കുറേ പേര് അങ്ങനെ എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പോൾ രാജീവിൻ്റെ പരാതി അടിസ്ഥാനത്തിൽ നമ്മുടെ യൂട്യൂബിലെ ഇത് കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആകെയുള്ളൊരു മാർഗ്ഗം ഇങ്ങനെ കമൻ്റ് ഇടുക എന്നുള്ളത്. അപ്പോൾ കമൻ്റ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ധാരാളം ആളുകളെ ഉൾപ്പെടുത്താൻ കഴിയും. അതുകൂടി ഒരു ഗുണമുണ്ട്. അജിത് കുമാർ മാറോളി പറയുന്നു, MLA മാർ തിരഞ്ഞെടുക്കാതെ വളഞ്ഞ വഴിയിലൂടെ മുഖ്യമന്ത്രിയായ ആളാണ് സതീശൻ, ഇനിയും കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അരുൺ കണ്ണൻ പറയുന്നു, ഇവർ ഒരു പാർട്ടിക്കാർ തന്നെയാണോ എന്ന സംശയമാണ് ചോദിക്കുന്നത്. നമ്മുടെ കുട്ടൻ വിളക്കുത്തല ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇതുവരെ കിട്ടുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ആകെ അഭിപ്രായം പറയാനുള്ളൊരു മാർഗ്ഗം യൂട്യൂബ് കമൻസ് ആണ്, അപ്പോൾ അത് വായിക്കണം എന്നാണ് എന്നോട് കുട്ടൻ വിളക്കുത്തലയും പറയുന്നത്. നോക്കൂ, അപ്പോൾ രാജീവ് പറഞ്ഞതുപോലെ എത്രയോ പ്രേക്ഷകർ ഇതിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നു, അവർക്ക് ആകെയുള്ളൊരു മാർഗ്ഗം അതാണ്. അപ്പം നമുക്ക് ഈ നമ്മുടെ ഫോണിൽ വരുന്ന പ്രേക്ഷകർ പലപ്പോഴും എപ്പോഴും അവർക്ക് ഇടയ്ക്കൊക്കെ വിളിച്ചാൽ കിട്ടുന്നവരാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ദിവസങ്ങളിൽ കൂടുതൽ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ പ്രമോദ് നാണു എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മുരളി എന്നോടൊപ്പം ശ്രീ മുരളി 3675 എന്ന നമ്പറിലുള്ള അദ്ദേഹത്തിൻ്റെ ഐഡിയുമായി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പ്രദീപിന് കേരളത്തിൽ ട്രംപിനെ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ടെന്നാണ് ജയകുമാറിൻ്റെ പരിഹാസം. ഓക്കെ, ഏതായാലും എന്നോടൊപ്പം ഷിൻരാജ് ആലുവയിൽ നിന്ന് ചേരുന്നു. ഷിൻരാജ്, ഹലോ. ഷിൻരാജ് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണോ? അല്ല, തീർച്ചയായിട്ടും ആണ്. അപ്പോൾ ഈ കോലാഹലങ്ങളൊക്കെ കാണുമ്പോൾ എന്തു തോന്നുന്നു ഷിൻരാജ്? എനിക്ക് സാറിനോടൊരു സങ്കടം പറയാനുള്ളത്, നമ്മൾ തമ്മിൽ നേരത്തെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് വിളിക്കാൻ, ഇന്നാണ് കുറെ ഇലക്ഷന് മുമ്പ് വിളിച്ചത് നമ്മൾ തമ്മിൽ, എന്നിട്ട് കിട്ടിയില്ല. അല്ല, പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലേ? അന്ന് ഒരു പ്രാവശ്യം കിട്ടി. അന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചതിൽ ഒരു ചെറിയ ഫാൾട്ട് വന്നു. അന്ന് 103 സീറ്റിന്റെ മുകളിലേക്കെന്ന് ഞാൻ പറഞ്ഞു, സാറ് അത്ര അംഗീകരിച്ചില്ല. അപ്പോ അതിൽ ഒരു സീറ്റാ ഞാൻ പറഞ്ഞെന്ന് കുറഞ്ഞു പോയോളൂ. പിന്നെ സാറ് പറഞ്ഞ 2 സീറ്റ്, ഒന്ന് കൊട്ടാരക്കരയും മണലൂരും LDF-ന് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഒരു സീറ്റ് കിട്ടുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അല്ല അത് കിട്ടുമെന്നോട് എടുത്തു ചോദിച്ചു. ഒരേ ജില്ലയിലെ നമ്മൾ പറയുമ്പോ എടുത്തു ചോദിച്ചു ഈ 2 സീറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. കൊട്ടാരക്കരയും മണലൂരും ഞാൻ പറഞ്ഞെന്ന് പോയി. അത് എന്റെ കയ്യിൽ, എന്റെ കണക്കൂട്ടിൽ പശു കയറ്റി അവിടെ ആ 2 സീറ്റില്. എന്നാലും അങ്ങയുടെ ആ ഒരു ഏതാണ്ട് ആ ഒരു കറക്റ്റിലേക്ക് വന്നു അല്ലേ? കറക്റ്റ് ഈ 2 സീറ്റിലാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചത്. അപ്പൊ സാറ് ഇടിച്ചു ചോദിച്ചു കൊട്ടാരക്കര കിട്ടുമെന്ന്, ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറയും. മണലൂർ കിട്ടുമെന്ന് ചോദിച്ചു, അതും ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട്. TN പ്രതാപന്റെ സീറ്റ്, ആ 2 സീറ്റ് എന്റെ കണക്കൂട്ടിൽ പശു വന്നു. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. ഞാൻ അതിപ്പോ ഞാൻ ഓർക്കുന്നു, കാരണം TN പ്രതാപന്റെ കാര്യം നമ്മളന്ന് സംസാരിച്ച് ഞാൻ ഓർക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫാൾട്ട് പറ്റി. പിന്നെ പല വിഷയത്തിലും സാറിനെ വിളിച്ചു, കിട്ടൂല. ഞാൻ അങ്ങനെ മണിക്കൂർ ട്രൈ ചെയ്യണല്ലാതെ കിട്ടണില്ല. അതെയാ?
അപ്പോൾ ഇടയ്ക്കൊന്ന് ഫേസ്ബുക്കിൽ അല്ല യൂട്യൂബിൽ നമ്മുടെ കമന്റ് ഒന്ന് ഇട്ടാൽ മതി, കിട്ടാതെ. ഐ വിൽ ട്രൈ. ഇനിയിപ്പോ സാറേ, അപ്പൊ ഷിൻരാജിനെ പോലുള്ളവർ വലിയ പ്രതീക്ഷയോടെ 102, 103 സീറ്റിൽ വരും എന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നു, 102 വന്നു. എന്നിട്ട് ഇത് മതി എന്നാ ഇപ്പൊ എങ്ങനെയാ തോന്നുന്നു? എന്ത് തോന്നുന്നു? അല്ല, ഒരു എനിക്ക് ഇത് പോയാൽ ഇപ്പോഴും സങ്കടമുണ്ട്. പ്രതാപിന്റെ 150 വോട്ടിനല്ലേ പോയേ. അത് പോട്ടെ, അതിപ്പോ കഴിഞ്ഞല്ലോ. ഇപ്പൊ ഇലക്ഷൻ നടന്ന 15 സീറ്റ് LDF കിട്ടൂല. അതെ, ഇന്നലെ ആലപ്പുഴ മറ്റേ പഴയ LDFന്റെ മന്ത്രിയോട് ചോദിച്ചപ്പോ അയാളും പറഞ്ഞു ഇത് തന്നെയാ പറഞ്ഞേക്കണേ, സുധാകരനെ. ഇനിയിപ്പൊ ഇന്നത്തെ സാറിന്റെ വിഷയത്തിലേക്ക് ഞാൻ കിടക്കാം. ഇതിപ്പോ ഈ സതീശനാ പറഞ്ഞാലൊരു അല്പം അപാകത ഉണ്ടോന്ന് ചോദിച്ചാൽ അപാകതയുണ്ട്. പക്ഷെ ഇന്ന് ഈ കേരളത്തിൽ ഇന്ന് വരെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു മുഖ്യമന്ത്രി ഇതിക്ക് മുമ്പുണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ ഈ സതീശൻ മുഖ്യമന്ത്രി ആവേണ്ടതാ, അല്ല ഒരു മന്ത്രിയെങ്കിലും ആവേണ്ടേ ആയിരുന്നു കഴിഞ്ഞ ചാൻസിൽ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയില്. അന്ന് തോമസ് ഐസക്കിനെ വെല്ലുവിളിച്ച് ഒരു ഭരണം ഉണ്ടാക്കി കൊടുത്തത് VD സതീശനാണ്. അന്ന് വലിയ വലിയ ചേട്ടന്മാരെ ഇടപെട്ടുകൊണ്ടാണ് അന്ന് സതീശന് ഒരു മന്ത്രി പോലും ആവാൻ പറ്റാതെ വന്നത്. എന്നിട്ട് സധൈര്യം പാർട്ടി തുടർന്നു. പിന്നെ ഇത് കോൺഗ്രസ് പാർട്ടിയാണല്ലോ, അപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ പലരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഇത് തുടങ്ങുമ്പോൾ അവസാനം വരെ ഉണ്ടാവും. എന്നാലേ അതിനൊരു ജനാധിപത്യ സ്വഭാവം ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ ഇന്നലെ ഒരു യൂട്യൂബിൽ കണ്ടു, 99 സീറ്റായി ഉണ്ടായിരുന്നത് 35 ആക്കി സിന്ദാബാദ് വിളിക്കണ അന്തംഗമ്മികളെ കണ്ടേ. പോട്ടെ. അപ്പൊ ഏതായാലും പിന്നെ അങ്ങയുടെ പ്രവചനം ശരിയായെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, അങ്ങയോട് ഈ ഫുട്ബോൾ കളിയിൽ ആര് ജയിക്കുമെന്നൊന്ന് പ്രവചിച്ച് പറയാമോ എന്ന്. കളിയില് അർജന്റീനയ്ക്കാണ് ഒരു സാധ്യത. പിന്നെ എല്ലാവർക്കും എപ്പോഴും തോൽവി വരരുത് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം. ഇത് മാറി 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 വരട്ടെ ഒക്കെ വന്നാലോ. നല്ല കളിക്കാരിപ്പോ ഉള്ളത് അവർക്ക് എല്ലാവർക്കും എല്ലാ സമയവും ഭാഗ്യം കിട്ടിക്കൊണ്ടില്ല. മട്ടോണിനെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഷാജിക്ക് തൃപ്തിയായെന്ന് തോന്നുന്നു. ഷാജി ചോദിക്കുന്നത് ഈ പ്രവചനത്തിലെ ഉള്ളതുകൊണ്ടാണ്, അദ്ദേഹം തമാശ രൂപേണ ചോദിച്ചാണ്. എന്നാലും പോട്ടെ. അപ്പോൾ ഓക്കെ, ഏതായാലും താങ്ക് യു ശ്രീ ഷിൻരാജ്. അപ്പോൾ കുറച്ചും കൂടി പ്രേക്ഷകർ കാത്തു നിൽക്കുന്നു. അപ്പോൾ ജോൺ എബ്രഹാം, ഞാൻ അദ്ദേഹത്തെ ഇന്നലെ അന്വേഷിച്ചു. ഇന്ന് ജർമ്മനിയിൽ നിന്നാണ് അദ്ദേഹം നമ്മുടെ പൊതുവേദിയിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് യൂട്യൂബ് കമൻസ് വായിക്കണം. കാരണം അവരെ പോലെ ജർമ്മനിയിൽ നിന്നൊക്കെ ആളുകൾക്ക് ഇങ്ങോട്ട് വിളിച്ച് കണക്ട് ചെയ്ത് കിട്ടാനൊക്കെയുള്ള വലിയ പ്രയാസം. മാത്രമല്ല നമ്മുടെ ജോൺ എബ്രഹാം ഓഫീസ് ടൈമിൽ ഇരുന്ന പൊതുവേദി കാണുന്നത്. ജോൺ എബ്രഹാമിൻ്റെ ബോസ് ഇദ്ദേഹത്തെ പിടികൂടാൻ സാധ്യതയുണ്ട്. ഇനി ബോസ് പിന്നെ നമ്മുടെ പൊതുവേദി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ജോൺ എബ്രഹാം ഓഫീസ് ടൈമിൽ ഇരുന്നാണ് പൊതുവേദി കാണുന്നത്. അതുകൊണ്ട് ഈ യൂട്യൂബിൽ ഇത് കാണാൻ ഉള്ള സൗകര്യം, അവരുടെ കമൻസ് വായിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രീ ജോൺ എബ്രഹാം, ബി വെരി കെയർഫുൾ. അങ്ങയുടെ പിന്നെ ഓഫീസ് ടൈമിൽ ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പിടിക്കപ്പെടാതെ കൂടി ഇരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിനോദ്, ഈ കൊല്ലത്ത് ഇത്ര സമയം കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് മൊയ്തീൻ കുട്ടി. ഓക്കെ, അപ്പം മോദി ആയാലും സതീശനായാലും നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. അന്ധമായ രാഷ്ട്രീയം ഒരു ഗുണവും ചെയ്യില്ല. സുനിൽകുമാറിന് അങ്ങനെയൊക്കെ പറയാം. അത് നമ്മൾ പണിയെടുക്കാതെ പിന്നെ വല്ലവരും പണിയെടുത്ത് നമ്മളെ തീറ്റിപ്പോറ്റുക, അത് നമ്മുടെ അച്ഛനും അമ്മയും ചെയ്യായിരിക്കും. അതെന്താണ് സുനിൽ അങ്ങനെ ഉദ്ദേശിച്ചതെന്നറിയില്ല. പക്ഷേ നമുക്കൊരു കാര്യം ഉണ്ട്, നമ്മളൊരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് മിണ്ടാതെ പണിയെടുക്കാതിരിക്കാനല്ല, നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ്, നമുക്ക് കൂടുതൽ അവസരങ്ങളും കൂടുതൽ സാധ്യതകളും ഉണ്ടാക്കാനാണ്. അല്ലാതെ എല്ലാ സാധ്യതകളും എടുത്തു കളഞ്ഞ് മാസം കുറച്ച് പൈസ നമുക്ക് തരുന്ന ഒരു സർക്കാരിനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കൂടുതൽ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന വേദികൾ ഒരുക്കുന്ന സർക്കാരിനെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണിയെടുത്താലേ നമ്മൾ ജീവിക്കാൻ കഴിയൂ എന്ന് പറയുന്ന പ്രയോഗം തന്നെ എനിക്ക് തോന്നുന്നില്ല സുനിൽ ശരിയാണ്. കാരണം നമുക്ക് നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്ന ഒരു ഘട്ടത്തിൽ നമുക്കറിയാലോ, 33 കോടി ദരിദ്രനാരായണന്മാരുടെ ഒരു നാടായിരുന്നു ഇന്ത്യ. ഇന്ന് നമ്മൾ 140 കോടി മനുഷ്യരിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഭക്ഷ്യോൽപാദനം എത്ര കണ്ട് വർദ്ധിച്ചു എന്ന് നമുക്കറിയാം. ഇന്ന് വേറൊരു സന്തോഷ വാർത്ത നമുക്കറിയാവുന്നത്, ഒരു പ്രൈവറ്റ് മേഖലയിൽ നിന്നൊരു റോക്കറ്റ് വിക്ഷേപണം നടന്നിരിക്കുന്നു. അങ്ങനെ സ്പേസ് രംഗത്ത്, എയറോസ്പേസ് രംഗത്ത് നമ്മൾ നടത്തിയിട്ടുള്ള എത്രയോ വലിയ മുന്നേറ്റങ്ങൾ, നമ്മൾ ആ സ്വാതന്ത്ര്യം കിട്ടുന്ന നാളിൽ നിന്ന് നമ്മൾ എത്ര കണ്ട് മുകളിലേക്ക് വന്നു എന്നത് നമുക്ക് ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സർക്കാരിൻ്റെ
സഹായത്തോടു കൂടി ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ അത് സാധ്യമാകില്ല. അതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ സദാശിവൻ നായർ എന്നോട് പറയുന്നു, മിസ്റ്റർ മനുവിനെ എതിർക്കുന്നവർ എതിർത്ത് പറയട്ടെ, മനുവിൻ്റെ ശൈലി ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ തുടരണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ സദാശിവൻ നായരെ പോലുള്ള ആളുകൾ എന്നെ പിന്തുണയ്ക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ സന്തോഷം. ബിനുകുമാർ ഉള്ള കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീ കുട്ടൻ വിളക്കത്തളയുണ്ട് എന്നോടൊപ്പം, അതുപോലെ ഷാജി ഒക്കെ ഉണ്ട്. അപ്പോൾ ഷാജി നമ്മുടെ പൊതുവേദിയിലെ സ്ഥിരം പ്രേക്ഷകനുമാണ്. അപ്പോൾ ശ്രീ രഘുനന്ദനൻ തിരുമുല്ലവാരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രഘുനന്ദനൻ. ഒരുപാട് പേർക്ക് കാള് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് വിളിക്കുന്നവർക്ക് ഓരോ ട്രിക്കുകൾ അവര് കണ്ടുവച്ചിട്ടുണ്ട്. ആ ട്രിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റത്തില്ല, അതുവഴി നമുക്ക് കിട്ടും. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു നമ്പറാണ് ഫോണിന് വെച്ചിരിക്കുന്നത്. ഞാൻ അന്നൊരു നിർദ്ദേശം തന്ന് ഒരു നമ്പരും കൂടെ കൊടുത്താൽ ഒരുപാട് പേർക്ക് ഒരു സഹായമാകും. പിന്നെ അത് മാത്രമല്ല, ഒരു 4-5 കാള് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അവിടെ. അതിന്റെ ഒരു താമസം വരുന്നുണ്ട്. ആളുകൾ പറയുന്നത് വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറയും. അല്ലല്ല, അതൊക്കെ അറിഞ്ഞുകൂടാതെ പറയുന്നതാണ്. അവിടെ ഒരു 4-5 കാള് ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 2 കാള് ഹോൾഡ് ചെയ്താൽ മതി, അപ്പം ആൾക്കാർക്ക് വിളിച്ചാൽ കിട്ടും. അപ്പൊ ഈ 5 ഹോൾഡ് ചെയ്യുമ്പോൾ അടുത്ത ആളെ വിളിക്കാൻ കിട്ടത്തില്ല. അത് മാത്രമല്ല, അപ്പോഴത്തേക്ക് ഒരു പരസ്യം വരും. ആ പരസ്യത്തിന്റെ സമയം അങ്ങനെ പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇനി വിഷയത്തിലോട്ട് കിടക്കാം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ പോയ സർക്കാരിന്റെ കാലത്ത് ഉള്ള ഒരുപാട് ആക്ഷേപങ്ങൾ കൊണ്ടാണല്ലോ അടുത്തൊരു സർക്കാർ വന്നത്. പക്ഷെ ആ സർക്കാർ ജനങ്ങളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എത്ര മാർക്ക് കൊടുക്കാന്ന് ചോദിച്ചാൽ 10-ൽ 2 മാർക്കേ ഞാൻ പറയൂ. കാര്യം വെച്ചാൽ ഒരുപാട് കാര്യത്തിൽ, ഇപ്പൊ ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ അതായത് സ്വതന്ത്ര ചുമതലയാണ്, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം. പക്ഷെ ഒരു മുഖ്യമന്ത്രി ഘടകകക്ഷികളുമായിട്ട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളും ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷെ അങ്ങനെയുള്ള ആലോചനയും കാര്യങ്ങളൊന്നും ഇല്ലാതെ പാർട്ടിയിൽ തന്നെ വിമർശനം നേരിടുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്തത് തെറ്റായി പോയി എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ BJP അവരും പല സംഭാവന കൊള്ളയിലും മറ്റേ ഫണ്ട് തട്ടിപ്പിലും ഒക്കെ ആയിട്ട് അവരും വീണ് കിടക്കുകയാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയിപ്പോ ഒരു ഇലക്ഷൻ ഉടനെ നടത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷം കുറച്ച് സീറ്റിലെങ്കിലും വിജയിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ വളരെ നന്ദി ശ്രീ രഘുനന്ദനൻ തിരുമുല്ലവാരം. അദ്ദേഹം എന്തോ ഒരു തന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, കോൾ പെട്ടെന്ന് കണക്ട് ആകാൻ. ഓക്കെ, അപ്പോൾ എന്നോട് ശ്രീമതി ഗീത പറയുന്നത്, മനു ഹാസ് VDS ബീൻ ബ്ലൈൻഡഡ് ബൈ പവർ എന്ന് എന്നോട് ചോദിക്കുന്നു. അധികാരം അദ്ദേഹത്തെ അന്ധനാക്കിയോ എന്നാണ് ശ്രീമതി ഗീതയുടെ ചോദ്യം. കോൺഗ്രസ് ഷുഡ് റിമെമ്പർ ദ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി വിൽ കിൽ കോൺഗ്രസ്. ദർ ഷുഡ് ബി മോർ കൺസെൻസസ് ബിറ്റ്വീൻ VDS, KC ആൻഡ് RC ഗ്രൂപ്പ് എന്നാണ്. വളരെ ശ്രദ്ധേയമായൊരു കമൻ്റാണ് അവർ ശ്രീമതി ഗീത നടത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് പോകാനുള്ളൊരു ശ്രമമാണ് നടത്തേണ്ടത്. അപ്പോൾ സുനിൽ എനിക്ക് 2 ഹൃദയം അയച്ചിട്ട് മനു നമ്മുടെ മുത്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നോട് ഗോമാതാജി ചോദിക്കുന്നു, ഇന്നെന്താ ബ്രേക്കൊന്നും എടുക്കാത്തതെന്ന്. ബ്രേക്ക് ഞാൻ തീരുമാനിക്കുന്നതല്ല, അത് ഇതിൻ്റെ പ്രൊഡ്യൂസറാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ സെബീന സുൽഫി പറയുന്നു, VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ 1 വർഷമെങ്കിലും ആ സീറ്റിലിരിക്കാൻ സ്വന്തം പാർട്ടിക്കാർ അനുവദിക്കണം എന്നാണ് പറയുന്നത്. ജനങ്ങളെല്ലാം കാണുന്നു കേൾക്കുന്നു എന്ന് എന്നോട് ഒരു കോയ മലയാളം പറയുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ K വിഷ്ണുനാരായണൻ എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ കോയ മലയാളം എന്നുള്ള പേരിലാണ് അദ്ദേഹം കമൻറ്റുകൾ അയക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വിഷ്ണുനാരായണൻ എന്നാണ്. അപ്പോൾ മധു പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അതിനു മുമ്പേ ശ്രീ മൈക്കിൾ ഇടുക്കിയിൽ നിന്ന്. മൈക്കിൾ. ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം ശ്രീ മൈക്കിൾ. നമ്മുടെ മുഖ്യമന്ത്രി വിസ്മയങ്ങൾ തീർത്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും CPM കാരനാണെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് അല്ല, ഞാൻ പറയുന്നത് ഇത്ര നല്ല വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ചോദ്യം ഇതാണല്ലോ, ഈ കോൺഗ്രസിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ, അത് ഒരു പ്രശ്നമല്ല. കോൺഗ്രസിനകത്ത് ഇപ്പോഴല്ലല്ലോ, പുള്ളി കുറെ കാലം കൊണ്ട് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ആ വിസ്മയത്തിന്റെ പിന്നാലെ പോകുന്ന കോൺഗ്രസിന്റെ അണികളല്ലേ ഉള്ളൂ. അണികളും നമ്മളെല്ലാം വിസ്മയത്തിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ 5 വർഷം ഇങ്ങനെ വിസ്മയങ്ങൾ പോകും. അവർക്കറിയാം ഇനി 5 വർഷം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും 5 വർഷം അല്ല. പക്ഷെ അത് പാർട്ടി കോൺഗ്രസ് ഭരിക്കുക അല്ലെങ്കിൽ UDF ഭരിക്കുകയായിരിക്കും. പക്ഷെ മുഖ്യമന്ത്രിയെ മാറ്റണമെന്നുള്ള സമ്മർദ്ദം പല ഘട്ടങ്ങളിലും ഉണ്ടായി. കരുണാകരൻ രാജിവെച്ച ഓർമ്മയുണ്ടല്ലോ. ഇല്ല, അതിലും വിസ്മയം കൊണ്ടാകും. എല്ലാം വിസ്മയമായിരിക്കും. പക്ഷെ നാട്ടിൽ ഒരു കാര്യവും നടക്കുകയല്ല.
ഇപ്പൊ കറണ്ട് കട്ടാണ്. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല. കറണ്ട് കട്ടാണ്. എനിക്ക് പറയാനുള്ള ഒന്നാണ്, കറണ്ട് കട്ടിന് ഒരു മാർഗമുണ്ട്. അത് പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട്. എന്താന്ന് വെച്ചാൽ ഓരോ വീടിനും ഒരു 5 ലിറ്റർ മണ്ണെണ്ണയും ഒരു വിളക്കും കൊടുത്താൽ തൽക്കാലം നമുക്ക് പരിഹരിച്ച് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ആലോചിച്ചാൽ കൊള്ളാൻ വരും. ഇത് മാത്രം എല്ലാം വിസ്മയമായിരിക്കും. ഇനി 5 വർഷവും ഇത് തന്നെയായിരിക്കും. കാരണം എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ശ്രീ മൈക്കിൾ. ഏതായാലും മൈക്കിൾ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. മധു എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. മധു കുറേ ദിവസമായി നമസ്കാരം സാർ. കുറച്ച് ദിവസമായോ വിളിച്ചിട്ട്? സാറേ നമസ്കാരം. നമസ്കാരം. മധു വിളിച്ചിട്ട് കുറച്ച് ദിവസമായോ? കുറച്ച് ദിവസമായി കിട്ടാറില്ല സാറേ. ഞാൻ ഇയാളുടെ അനിൽ മേനോന്റെ കൂടെ പോയതാണ്. ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ ഫോണ് കിട്ടുന്നില്ല. അല്ല സാറേ, ഇത് നമ്മുടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ അടിപിടി ഇല്ലെങ്കിൽ കോൺഗ്രസ് ആവില്ല. അതെ, കോൺഗ്രസ് ആകണമെങ്കിൽ ഈ കലാപവും സംഘർഷവും ഒക്കെ വേണം അല്ലേ? അതിപ്പോ ഇപ്പോഴും തുടങ്ങിയൊന്നല്ല സാറേ. സാറ് പറഞ്ഞ പോലെ കരുണാകരന്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാര്യത്തില് താക്കോൽ സ്ഥാനത്ത് ഇരുത്താൻ വേണ്ടി, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ. ഇവിടെ മാത്രമല്ല, കർണാടകത്തിൽ എന്താ സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിൽ എന്തായിരുന്നു ഇതുപോലെ. അപ്പൊ അത് കോൺഗ്രസിന്റെ, അത് പറഞ്ഞാൽ പറയും ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയുടെ, ഞങ്ങളുടെ കയ്യിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ ശരിയല്ലേ? അവർക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്. മറ്റു പാർട്ടികൾ അത് ശരിയാണ്. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പല്ലിയുടെ കുത്തി കാറ്റിക്കല്ലേ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാല്. അതും ശരിയാണ്. അതാ സാറേ. വേറെ ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ മൈക്കിൾ അച്ചായൻ പറഞ്ഞു. വിസ്മയങ്ങളുടെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അത് പുള്ളി പറഞ്ഞ കാരണം പിന്നെ ഞാൻ പറയുന്നില്ല. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീ മധു കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പൊതുവേദിയിൽ എത്തിയതിൽ ഒരു സന്തോഷം. അപ്പോൾ ശ്രീ മോഹനൻ എന്നോടൊപ്പം ചേരുന്നത് ചോറ്റാനിക്കരയിൽ നിന്നാണ്. ശ്രീ മോഹനൻ. നമസ്കാരം മനു. നമസ്കാരം മനു. ഈ കേരള രാഷ്ട്രീയത്തില് ഞാനിപ്പോ ഒരു കോൺഗ്രസിന്റെ ആളോ അല്ലെങ്കിൽ CPM-ന്റെ ആളോ ഒന്നുമല്ല. നമ്മളിത് കാണുമ്പോ ഒരു അഭിപ്രായം വെച്ച് പറയാണ്. അതായത് ഈ സതീശൻ പാർട്ടിയുടെ കയ്യിലൊന്നും സതീശൻ നിൽക്കില്ല. എന്താ കാരണം അറിയാം? സതീശന് ചില മാനങ്ങളും ചില ഐഡിയാസ് ഒക്കെ ഉണ്ട്. കാരണം തന്നെ നേരത്തെ തന്നെ ഈ പുള്ളി ചില നിലപാടുകളും ചില ബോധ്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞില്ല നമ്മളോട്, പുള്ളിയുടെ ബോധ്യങ്ങള്. അപ്പൊ പുള്ളി ബോധ്യങ്ങൾ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ നേരത്തെ കോൺഗ്രസിന്റെ അവരുടെ ആ ചാനലില്ല, അവരുടെ പഴയ റൂട്ട്, ആ റൂട്ടിലൊന്നും പുള്ളി നിൽക്കില്ല. പുള്ളി എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ചാലേ വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, പുള്ളിക്ക് ഒരു മലയാളികളുടേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പത്തെ ഈ കാണുന്ന ഈ വേളമൊന്നും ഒരു വേളമല്ല. കാരണം ഇതൊരു പിള്ളേരേ, KS-ന്റെ പിള്ളേരെ, അവർക്ക് പേരൊക്കെ ഒന്ന് വരണ്ടേ ചാനലിലും പേപ്പറിലും, അത്രയ്ക്കേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും അതിലില്ല. സതീശനും ആ ലെവലാണ് കണ്ടിട്ടുള്ളൂ. അത് നമുക്ക് സംസാരം കേൾക്കുമ്പോൾ അറിയാലോ. ശരി, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പോൾ കൂടുതൽ പ്രേക്ഷകർ പെട്ടെന്ന് എടുത്തു തീർക്കാനുള്ളതുകൊണ്ടാണ്. അതായത് വളരെ നന്ദി. ശ്രീ മോഹൻ ചോറ്റാനിക്കര നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ എന്നോട് നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞല്ലോ എല്ലാവർക്കും 5 ലിറ്റർ മണ്ണെണ്ണ കൊടുക്കുന്നത്. അപ്പോൾ അതിന് മറ്റൊരു പ്രേക്ഷകൻ പറയാണ് ഒരു ജനറേറ്ററും കൂടി കൊടുക്കേണ്ടി വരും ഈ പോക്ക് പോകാൻ. കറണ്ടിന് അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ നീക്കം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനങ്ങൾക്ക് വോട്ട് ചെയ്തത് തെറ്റിയെന്ന് തോന്നാൻ മാത്രം പുതിയ ഭരണത്തെ വിലയിരുത്താൻ ആയോ എന്നോട് നന്ദകുമാർ P ചോദിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവട്ടെ, അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നു. കുപ്പിയിലും ക്യാനിലും പെട്രോൾ ലഭിക്കാത്തതിനാൽ കാട് വെട്ട് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് സതീശൻ ഒരു വിസ്മയം കാണിക്കേണ്ടതാണ് മനു എന്ന് എന്നോട് ശ്രീ മുരളി പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് ഞാൻ അന്വേഷിക്കും. കാരണം ആ മെഷീനില്ലേ റൗണ്ട്, അതിന് പെട്രോളാണോ ആവശ്യം അതോ ഡീസലാണോ എന്നറിയില്ല. അപ്പോൾ അതൊരു പ്രതിസന്ധിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഈ രാധാകൃഷ്ണനൊക്കെ VD സതീശൻ വന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരാണ് അല്ലേ? അതെ, നമസ്കാരം. നമസ്കാരം. പക്ഷേ ഈ VD സതീശനെ സംബന്ധിച്ചോളെ ഒരു DCC പ്രസിഡന്റ് പോലും ആയിട്ടില്ല, ഒരു KPCC ജനറൽ സെക്രട്ടറി പോലും ആയിട്ടില്ല. ഇന്നലെ വന്ന് സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറിയാണ്. എന്നിട്ടാണ് മുഖ്യമന്ത്രി. അതായത് R ശങ്കർ, K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഇരുന്ന ഒരു കസേരയിലാണ് ഇന്നിപ്പോ ഇരിക്കുന്നത് VD സതീശൻ. അത് തന്റേതായ സെൽഫ് പൊളിറ്റീഷ്യനാണ് വെച്ചാല് ഈ വഴിയാണ് ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. അപ്പൊ VD സതീശൻ അദ്ദേഹത്തിന്റെ ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോണത്.
എന്തായാലും അവിടെ ഇവിടെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് രൂക്ഷമൊന്നുമല്ല. കാരണം ഇപ്പൊ മറ്റ് മാധ്യമങ്ങൾ പറയുന്ന പോലെ രൂക്ഷമൊന്നുമല്ല കാര്യങ്ങൾ. ഈ നേതാക്കളൊന്നും അങ്ങനെ എതിരെയൊന്നും പറയാനില്ല. യൂത്ത് കോൺഗ്രസ് സംസാരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ, സംസാരിക്കാവുന്നതാണ്. അത് വ്യക്തമാണ് താങ്കളുടെ ഇത്. അപ്പൊ നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. അപ്പൊ മൻസൂരിയ റസൂൽ എന്നോട് പറയുന്നത് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാം എന്ന് പരിഹസിക്കുന്നുണ്ട്. ഡൊണാൾഡ് ഡക്സ് പറയുന്നത് ടുഡേസ് പൊതുവേദി വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ലൈവ്ലി എന്ന് എന്നോട് പറയുന്നു. കൺഗ്രാജുലേഷൻസ് മനു എന്നൊക്കെ എന്നോട് പറയുക. എനിക്ക് ഹൃദയങ്ങൾ അയച്ചു തരികയും ചെയ്തു. നമ്മുടെ സതി ബാബുരാജ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ ഒക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിഷ്ണുനാരായണൻ കാവ്യഗുളിക 2008 ഓർത്തതെല്ലാം വിസ്മയമല്ലേ, ഓർക്കാത്തതെല്ലാം ഓർക്കാഞ്ഞാലും വിസ്മയമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി ഇന്ന് തനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ വിളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തത് തെറ്റിയെന്ന് തോന്നാൻ മാത്രം സമയമായില്ല എന്ന ചില പ്രതികരണങ്ങളും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതിസന്ധിയെ, പാളയത്തിനകത്തുള്ള ഈ പ്രതിസന്ധിയെ പറ്റി ഞാൻ യൂട്യൂബിലും പ്രേക്ഷകരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ഒരു സുപ്രധാനമായ കാര്യം, വി.ഡി. സതീശിനെതിരെ പാർട്ടിക്കകത്ത് പടയൊരുക്കം നടക്കുന്നുണ്ടോ, ശക്തമാണോ എന്ന ചോദ്യത്തിന് 80% ആളുകളും അങ്ങനെ ഒരു പടയൊരുക്കം പാർട്ടിക്കകത്ത് വി.ഡി. സതീശിനെതിരെ ഉണ്ട്, അദ്ദേഹം ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നുണ്ട്. ഏതായാലും അധികാരത്തിലേറുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടമാണ്. പക്ഷേ ആ അധികാരത്തെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി വിനിയോഗിക്കുക എന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ വിജയം. കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് ആഭ്യന്തര കലഹങ്ങൾ കാണാനല്ല, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമാണ്. എന്നാൽ അവ പരിഹരിക്കേണ്ടത് പരസ്പര വിശ്വാസത്തോടെയാണ്, സംഘടനാ സംവിധാനങ്ങളിലൂടെയാണ്. കേരളം ഇന്ന് പ്രതീക്ഷിക്കുന്നത് പരസ്പരം ആരോപിക്കുന്ന ഒരു സർക്കാരിനെയല്ല, മറിച്ച് മികച്ച ഭരണം കാഴ്ചവെക്കുന്ന ഒരു സർക്കാരിനെയാണ്. സംഘടനകളുടെയും സർക്കാരിൻ്റെയും ഊർജം ആഭ്യന്തര പോരാട്ടങ്ങളിൽ ചിലവഴിക്കാതെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിലേക്ക് തിരിക്കണം എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. ജനവിധി ഭരിക്കാനുള്ള അധികാരം മാത്രമല്ല, ജനസേവനത്തിനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.